വളരെ അബ്യൂസീവായ, ടോക്സിക് ആയ റിലേഷൻഷിപ്പിൽ പോലും പിടിച്ചു നിൽക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാം അവസാനിപ്പിച്ചു. ഈ റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് പിന്നെയും അതിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ആളുകൾ. ഇതൊരു തരം ട്രോമ ബോണ്ടിങ് ആണ്. നമ്മുടെ തലച്ചോറിനെ അടിമപ്പെടുത്തുന്ന ഒരു ട്രാപ്പാണിത്. ഏറെക്കുറെ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് പോലെ തന്നെയാണ് ട്രോമ ബോണ്ടിങ്. ഇവിടെ ഒരു ന്യൂറോ ബയോളജിക്കൽ ഹൈജാക്കിംഗ് നടക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിന് പല ഫേസ് ഉണ്ട്. അപ്പൊ പൊതുവെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒരു ലവ് ബോംബിംഗ് ഫേസ് ആണ്. അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ പാർട്ട്നേഴ്സ് വളരെയധികം അഫെക്ഷനേറ്റ് ആയിട്ട് പരസ്പരം വാലിഡേറ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകും. പരസ്പരം വലിയ സ്നേഹവും സന്തോഷവും സുരക്ഷിത ബോധവും ഒക്കെ ഈ സമയത്ത് രണ്ടു കൂട്ടർക്കും ഉണ്ടാവും. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് നമ്മളുള്ളതെങ്കിൽ ഈ ഫാക്ടേഴ്സ് എല്ലാം തുടർന്നു പോകും. അതിനൊപ്പം തന്നെ പാർട്ട്നേഴ്സ് കൂടുതൽ റെസ്പോൺസിബിൾ ആവുകയും മ്യൂച്വലി ഒരു ഗ്രോത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നാൽ അബ്യൂസീവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പിന്നീട് വരുന്നത് ഒരു ഡീവാലുവേഷൻ ഫേസ് ആണ്. അതായത് ഈ സപ്പോർട്ടിംഗ് ബിഹേവിയർ ഒക്കെ മാറി പകരം അൺഹെൽത്തി ആയ വിമർശനങ്ങൾ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ഇതൊക്കെ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക. ഇവിടെ വിക്റ്റിമായ പാർട്ട്ണർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ കഴിയാതെ ഇതിനകത്ത് കുടുങ്ങിപ്പോവും. ഇത് ട്രോമ ബോണ്ടിങ്ങിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതിന് ശാരീരികമായിട്ടും വൈകാരികമായിട്ടും വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. ഇത്തരം ബോണ്ടിങ് ഉണ്ടാകുന്നതിന്റെ ബയോളജിക്കൽ വശം നോക്കിയാൽ ചില ഹോർമോൺസ് പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് കാണാം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും സോഷ്യൽ ബോണ്ടിങ്ങും ട്രസ്റ്റും ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലെ ഓക്സിറ്റോസിൻ അഥവാ ബോണ്ടിങ് ഹോർമോൺ ആണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഈ ബോണ്ടിങ് ഹോർമോണിന്റെ ലെവൽ വളരെ സ്റ്റഡി ആയിരിക്കും. എന്നാൽ ട്രോമ ബോണ്ടിങ്ങിൽ അങ്ങനെയല്ല. ഇവിടെ ടോക്സിക് ആയ വ്യക്തി മോശമായി പെരുമാറുമ്പോൾ പാർട്ട്ണർക്ക് വളരെയധികം സ്ട്രെസ്സും ഭയവും ഒക്കെ അനുഭവപ്പെടും. പിന്നീട് ആ ടോക്സിക് പാർട്ട്ണറുമായിട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിയുമ്പോൾ ഈ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് പിന്നെയും ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിക്ടിം പാർട്ട്ണർക്ക് വലിയൊരു ഹൈ കിട്ടും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഓക്സിറ്റോസിന്റെ ലെവൽ എന്ന് പറയുന്നത് 9, 10, 9, 10 ഇങ്ങനെ മാറി മാറി ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നു എന്ന് കരുതുക. എന്നാൽ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തുവാണെങ്കിൽ മിക്കപ്പോഴും വളരെയധികം ഇഷ്യൂസ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, ഓക്സിറ്റോസിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. ചില സമയങ്ങളിൽ ചില നല്ല മൊമെന്റ്സ് ഉണ്ടാവും. ആ സമയത്ത് ഓക്സിറ്റോസിൻ ലെവൽ പെട്ടെന്ന് കൂടും. അതായത് 0 കടന്നത് പെട്ടെന്ന് 9ലോ 10ലേക്കോ വരുന്നൊരവസ്ഥ. ഇത് വിക്ടിമിന് ഒരു ഹൈ കൊടുക്കും. ഗ്രാജുവലി ഇങ്ങനെ കിട്ടുന്ന ഹൈയോട് വിക്ടിമായ വ്യക്തിക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവുകയും റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. മറ്റൊരു ഫാക്ടറാണ് ഡോപ്പമിൻ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് അബ്യൂസീവ് പാർട്ട്ണർ ചില സമയത്ത് മാത്രം അയാളുടെ ഗുഡ് വേർഷൻ ഒക്കെ പ്രകടിപ്പിക്കും. ആ സമയത്ത് പ്രതീക്ഷിക്കാതെ ഒരു നല്ല അനുഭവമൊക്കെ കിട്ടുന്നത് കാരണം പെട്ടെന്ന് വിക്ടിമായ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ഡോപ്പമിൻ ഹൈ ഉണ്ടാവും. ഭയങ്കര സന്തോഷവും നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ തിരിച്ചു കിട്ടി എന്നൊക്കെയുള്ള ഒരു ഫീലും ഒക്കെ ആയിരിക്കും ഈ വിക്ടിമിന്റെ മനസ്സിലുണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് പിന്നെയും തുടർന്ന് നിൽക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ബയോളജിക്കലായി ട്രോമ ബോണ്ടിങ്ങിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി മാനസികമായി ചില ഫാക്ടേഴ്സ് കൂടി ഇതിലുണ്ട്. അതായത് വിക്ടിമിന്റെ മൈൻഡിൽ ഒരു കൊഗ്നിറ്റീവ് ഡെസണൻസ് ഉണ്ടാകും. അതായത് വിക്ടിം തന്റെ മനസ്സിൽ അബ്യൂസീവ് പാർട്ട്ണറെ ന്യായീകരിക്കാനായിട്ട് തുടങ്ങും. ഉദാഹരണത്തിന്, അവർക്ക് ദേഷ്യം വരുന്നത് കൊണ്ടല്ലേ അവരങ്ങനെ ചെയ്തു പോയത്, അല്ലെങ്കിൽ ആ ദേഷ്യം വരാൻ എന്റെ പ്രവൃത്തി കൂടിയല്ലേ കാരണം, അവരുടെ വിഷമം കൊണ്ടായിരിക്കും, ആ വിഷമം ഞാൻ മനസ്സിലാക്കേണ്ട ആളല്ലേ, അപ്പൊ ആ വിഷമം കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ടോ കെയറിങ് കൊണ്ടോ ആയിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ അവരുടെ കുട്ടിക്കാലമൊക്കെ വളരെ മോശമായിരിക്കും, അവർക്ക് പെരുമാറാനൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് അവരെങ്ങനെ പെരുമാറിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊന്നാണ് മനസ്സിലുണ്ടാകുന്ന ഒരു സ്പ്ലിറ്റിംഗ് ടെൻഡൻസി. അതായത് അബ്യൂസർ ശരിക്കും ഒരു നല്ല ആളാണ്, ദേഷ്യം വരുമ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ, ബേസിക്കലി ഒരു നല്ല മനുഷ്യനാണ്, തന്നോട് ഭയങ്കര സ്നേഹവും കെയറിങ്ങും ആണ് എന്നൊക്കെ കരുതുന്ന ഒരു പ്രവണതയാണ്. അതുപോലെ ഇവിടെ വിക്ടിം ഉപയോഗിക്കുന്ന ഒരു സർവൈവൽ രീതി എന്ന് പറയുന്നത് അബ്യൂസറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക, അതിനുവേണ്ടി സ്വന്തം ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുക. ഇനി വിക്ടിമിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ഹൈപ്പർ വിജിലൻസ്. അതായത് അബ്യൂസീവ് പാർട്ട്ണറിനെ എപ്പോഴും പേടിയോടെ ഇവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എപ്പോഴാണ് അയാളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കും അവർ സ്വന്തം ജീവിതത്തെ പാകപ്പെടുത്തുന്നത്.
മറ്റൊന്നാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അതായത് ചുറ്റുമുള്ള ആളുകളിൽ നിന്നൊക്കെ ഈ പറയുന്ന വിക്ടിം പാർട്ട്ണർ എന്ത് ചെയ്യും? അകന്ന് നിൽക്കും. എന്നിട്ട് പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രം ഒതുങ്ങിക്കൂടും. പലപ്പോഴും അബ്യൂസീവ് പാർട്ട്ണർക്ക് തന്റെ പാർട്ട്ണർ വേറെ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. സോ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഈ വിക്ടിം പാർട്ട്ണർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വേറെ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യാതിരിക്കുകയും ഗ്രാജുവലി അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റവും നല്ല സൗഹൃദങ്ങളും ഒക്കെ നഷ്ടമായിട്ട് ഭയങ്കരമായ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ജീവിതത്തിലുണ്ടാവും. നമ്മൾ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുപോകുന്നത് പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബയോളജിക്കലായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടും ഒക്കെയുള്ള പല റെസ്പോൺസസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ ഒരിക്കലും നമ്മുടെ വീക്ക്നെസ് ആയിട്ടൊന്നും കാണേണ്ടതില്ല. പക്ഷെ നമ്മൾ നിലനിൽക്കുന്ന ബന്ധം അബ്യൂസീവ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്നും പുറത്തു വരുന്നത് തന്നെയാണ് ബെറ്റർ. അത്തരം ബന്ധങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും ഇനി നമുക്ക് തന്നെ തോന്നിയാണ് നമ്മൾ അബ്യൂസീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ് എന്ന് നമുക്ക് സ്വയം തോന്നുവാണെങ്കിൽ നമ്മളെ ഒന്ന് സ്വയം നവീകരിച്ചെടുക്കാനും ഒക്കെ മാനസിക ആരോഗ്യ സഹായം സ്വീകരിക്കുന്നതിലൂടെ സാധിക്കും. താങ്ക് യു.